നാട്ടാനകളുടെ കൃത്യമായ കണക്ക് വേണമെന്ന് ഹൈക്കോടതി. 349 നാട്ടാനകളിൽ 225 എണ്ണത്തിന് മാത്രമേ ഉടമസ്ഥ സർട്ടിഫിക്കറ്റ് ഉള്ളൂ എന്ന് കോടതി നിരീക്ഷിച്ചു. ജില്ലാതല കണക്കെടുക്കാൻ ജില്ലാ കളക്ടർ, DFO എന്നിവരടങ്ങിയ സമിതി രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആനകളുടെ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ല എന്ന മറുപടി പറഞ്ഞതിന് വനം വകുപ്പിനെ കോടതി പരിഹസിക്കുകയും ചെയ്തു. എഴുന്നള്ളത്ത് കേസ് ജനുവരി 9 മാറ്റിയിട്ടുണ്ട്. ബിനിൽ നൽകും വിവരങ്ങൾ. ബിനിൽ, ഈ നാട്ടാനകളുടെ കണക്ക് സംബന്ധിച്ചൊക്കെ വളരെ ജാഗ്രതയോടുകൂടി സമീപിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. വനം വകുപ്പുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ അത് എങ്ങനെ ക്രോഡീകരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം വനം വകുപ്പിന് പരിഹാസ രൂപേണ വിമർശനവും കൂടി കേൾക്കുകയാണ് ബിനിൽ. പ്രതീക്ഷ, എഴുന്നള്ളത്ത് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് സിറ്റിംഗ് നടത്തിയത്. സുപ്രീം കോടതി ആ മാനദണ്ഡങ്ങൾ സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇന്ന് ഹൈക്കോടതി പോയില്ല. അതേസമയം നാട്ടാനകളുടെ കണക്കെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും കോടതി പരിഗണിച്ചത്. അവിടെ വനംവകുപ്പിനെ പരിഹസിക്കുക കൂടി ചെയ്തു. കാരണം കൃത്യമായ നാട്ടാനകളുടെ കണക്ക് നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു വനംവകുപ്പിന്റെ മറുപടി. അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് വനംവകുപ്പിനെ പരിഹസിക്കുകയും ചെയ്തു. നേരത്തെ വനംവകുപ്പ് ഹൈക്കോടതി അറിയിച്ചത് 349 നാട്ടാനകൾ സംസ്ഥാനത്തുണ്ട് എന്നതാണ്. ആ നാട്ടാനകളിൽ എല്ലാത്തിനും ഇപ്പോൾ ഉടമസ്ഥാവകാശമില്ല. 225 നാട്ടാനകളുടെ ഉടമസ്ഥാവകാശം സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ഉള്ളത് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി ശേഷിക്കുന്ന 124 നാട്ടാനകളുടെ കാര്യത്തിൽ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ല. അതുകൊണ്ട് കൃത്യമായ ഒരു കണക്കെടുപ്പിലേക്ക് പോവുക എന്നതാണ് കോടതി ഉദ്ദേശിക്കുന്നത്. ഈ 349 നാട്ടാനകളിൽ ചിലത് ഇതിനോടകം ചരിഞ്ഞിട്ടുണ്ടാകാം എന്നും കോടതി വിലയിരുത്തുന്നു. അതുകൊണ്ട് ഓരോ ജില്ലകൾ തിരിച്ചുള്ള കൃത്യമായ കണക്കെടുപ്പിലേക്ക് പോകണമെന്നതാണ് കോടതിയുടെ നിർദ്ദേശം. ജില്ലാ കളക്ടർ, DFO എന്നിവരടങ്ങിയ ഒരു സമിതി ജില്ലാ തലത്തിൽ കൃത്യമായ കണക്കെടുത്ത് അത് കോടതിയിലേക്ക് എത്തിക്കണം. ആ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആനകളുടെ പ്രായം കണക്കിലെടുക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വനം വകുപ്പിന് നേരെ ഉണ്ടായിട്ടുണ്ട്. ജനുവരി 9 ഇനി കേസ് പരിഗണിക്കുന്നത്. അപ്പോൾ വനം വകുപ്പ് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തി കോടതിയെ അറിയിക്കേണ്ടി വരും. സ്വാഭാവികമായും ഈ നാട്ടാനകളുടെ കണക്കെടുപ്പിലേക്ക് പോകുമ്പോൾ അത് എഴുന്നള്ളത്തിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമായി മാറും. കാരണം നമ്മുടെ നാട്ടിലുള്ള പല നാട്ടാനകളുമായി ബന്ധപ്പെട്ട പല പരാതികളും കോടതിയുടെ മുന്നിലേക്കുണ്ട്.